കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ യുവസമൂഹം മുന്നോട്ടിറങ്ങണമെന്ന് അഡ്വക്കേറ്റ് വി.എസ്. ജോയ് എം.എൽ.എ. PCWF എവർഗ്രീൻ സമിതി സംഘടിപ്പിച്ച 4ാമത് പൊൻകതിർ പുരസ്കാര വിതരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അതിർത്തി കാക്കുന്ന ജവാന് കൊടുക്കുന്ന അതേ പരിഗണന നൽകി ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യത്തെ നയിച്ച ഹരിത വിപ്ലവ നായകരായാണ് കർഷകരെ നമ്മുടെ രാജ്യം പരിഗണിക്കുന്നതെന്നും എന്നാൽ കേരളം കാർഷിക രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അതിനാൽ കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ യുവസമൂഹം മുന്നിട്ടിറങ്ങണമെന്നും അഡ്വക്കേറ്റ് വി.എസ്. ജോയ് എം.എൽ.എ. പറഞ്ഞു. മനുഷ്യർ കാത്തിരുന്ന ആ ഒരു പരമ്പരാഗത നമ്മുടെ സംസ്കൃതികളെയും പാരമ്പര്യത്തിലെയൊക്കെ ആ ജീവിതശൈലിയുടെ സംസ്കൃതിയുടെ കാർഷിക വൃദ്ധികളൊക്കെ ആ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാള മാസ ദിനാചരണം ഇന്ന് പുതുവർഷമായി ആരംഭിക്കുന്ന ഒരു സന്ദർഭമാണ്. എല്ലാത്തിനും അർത്ഥം ആരംഭിച്ചു. തിരുവോണത്തിന് വേണ്ടി നമ്മൾ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന സന്ദർഭമാണ്. തീർച്ചയായും ഈ ചിങ്ങമാസം 1-ാം തീയതി കേരളത്തിലെ കർഷകർ പാടത്തും പറമ്പത്തും പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്ന സാധാരണക്കാരായ കർഷകർ അവര് കോരിച്ചൊല്ലിയുള്ള മഴയത്തും കത്തിക്കാടുന്ന വെയിലത്തുമൊക്കെ കലപ്പയും കൈക്കൂട്ടമായി കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുന്നവരാണ് കേരളത്തിലെ കർഷകർ. ആ കർഷകരെ വിളിച്ചു വരുത്തി അവർക്ക് പട്ടും കുടവയൊക്കെ നൽകി അവരെ ആദരിക്കുന്ന ഒരു ദിവസമായി ചിങ്ങ കർഷകരുടെ മാറിയിരുന്നു. നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെന്ന് പറയുന്നത് കർഷകരാണ്, കൃഷിക്കാരാണ്. കൃഷിയെ നമ്മൾ അത്രമേ ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയാണ്. കാരണം കൃഷി എന്ന് പറയുന്നത് നമുക്കൊരു ജീവിതോപാധി മാത്രമല്ല. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ സംസ്കൃതത്തിന്റെ ഭാഗമാണ്. കർഷക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ സമിതി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണവും 4ാമത് പൊൻകതിർ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ. ഗായത്രി മുഖ്യാതിഥിയായി. താലൂക്കിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുത്ത പോത്തന്നൂർ സ്വദേശിനി മുനീറ കൊരണപ്പറ്റയ്ക്ക് 4ാമത് പൊൻകതിർ പുരസ്കാരം എം.എൽ.എ. സമർപ്പിച്ചു. 5001 രൂപ ക്യാഷ് അവാർഡും ഉപഹാരവും ഷോളും സമ്മാനിച്ചു. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം വനിതകൾ അവതരിപ്പിച്ച വാദ്യതാള സമന്വയത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. സോപാനം സ്കൂൾ ഓഫ് ഡയറക്ടർ സന്തോഷ് ആലങ്കോടിനെ ഉപഹാരവും ഷോളും നൽകി ആദരിച്ചു. എവർഗ്രീൻ ചെയർപേഴ്സൺ ശാരദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഇ. ഹൈദരലി മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ഭാരത സർക്കാർ കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രിയാജി മേനോൻ കർഷക ദിന സന്ദേശം നൽകി. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുബ്സിറ സിറാജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P.T. ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ C.V. സന്ധ്യ, ശോഭന ബാബു തുടങ്ങിയവർ സംസാരിച്ചു. P. കോയക്കുട്ടി മാസ്റ്റർ, C.V. മുഹമ്മദ് നവാസ്, അടാട്ട് വാസുദേവൻ മാസ്റ്റർ, മുസ്തഫ കാടഞ്ചേരി, മോഹനൻ പാക്കത്ത്, റഷീദ് അറക്കൽ, മാലതി വട്ടംകുളം, മുഹമ്മദ് അനീഷ്, റംല KP, KG ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. സുജീഷ് നമ്പ്യാർ സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു.